വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പം ഞാൻ ബെല്ലാരിയിൽ നിന്ന് അടുത്ത ലോഡ് എടുത്തു. ഇതുമായിട്ട് ഇനിയിപ്പം പാലക്കാടേക്കാണ് പോകുന്നത്. പാലക്കാടാണ് എൻ്റെ അൺലോഡിങ് പോയിന്റ്. അപ്പം ഏകദേശം 700 കിലോമീറ്ററോളം വരും പാലക്കാട്. ഇന്നലെയാണ് ലോഡ് കയറിയത്. ഇന്നലെ എടുത്തിട്ട് ഒരു ഹമ്പ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. വലിയ ഹമ്പാ. പതിയെ എടുത്തില്ലാണ്ടെങ്കിൽ വണ്ടി എടുത്തടിക്കും. അപ്പൊ പാലക്കാടേക്കാണ് ഈ ലോഡ് വരുന്നത്. നാളത്തേക്ക് പാലക്കാട് എത്തും എന്നാ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സിറേ അവിടെ എവിടെയും പോയി കിടക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ കൂടെ വേറൊരു വണ്ടി കൂടി ഉണ്ടായിരുന്നു. ആള് പറഞ്ഞ മാതിരി വരാൻ വൈകി, ഡീസൽ കിട്ടിയില്ല, അങ്ങനെയൊക്കെ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഡീസൽ അത്യാവശ്യം ഉണ്ട്, അവിടം വരെ എത്തൂല. അത് ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ മറ്റേ ഇവിടെ എവിടെയെങ്കിലും അടിക്കേണ്ടി വരും. ഡബ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ സിറയിലോ എവിടെയെങ്കിലുമൊക്കെ അടിക്കേണ്ടി വരും. എവിടം വരെ എത്തുമെന്ന് നോക്കണത്. അപ്പോൾ ബെല്ലാരി ടോൾ ആവാറായി ബൈപ്പാസിലെ. ഓക്കെ, ഇന്നത്തെ ലോഡ് കയറ്റിയത് ഇതാണ്. ഈ ഷീറ്റാണ്, അയൺ ഷീറ്റ്. ഇതാണ് ഈ പ്ലേറ്റ് മറ്റേ ലീഫ്, ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കുമായിരിക്കും. എന്തായാലും ഷീറ്റ് ഇതെങ്ങനെ അയൺ ഷീറ്റാണ്. അപ്പം ഇതിനെ സെക്യൂർ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അതേമാതിരി ഡി ഷാക്കിലിട്ട് ചെയിനിട്ട് ഫ്രണ്ടും ബാക്കും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പടുത ഇട്ടേക്കണത്, പടുത കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബെൽറ്റ് ഇട്ടേക്കണത്. ബെൽറ്റ് ഇട്ടിട്ട് പടുത കെട്ടിയിട്ടിട്ടുണ്ട്. ഇത്രേ ചെയ്തുള്ളൂ. ഫ്രണ്ടിലൊരു കയറ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി, ബാക്കിൽ ഇതേമാതിരി തന്നെ കെട്ടിയിരുന്നു. ഇത്രയേ ഉള്ളൂ ഇതിന് പരിപാടി. പക്ഷേ ഇത് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. കാരണം ഇതിന് താഴെ അത്ര വലിയ പിടുത്തമൊന്നും കിട്ടത്തില്ല. ഇതൊന്ന് 5-6 തടി കഷ്ണത്തുമ്പോൾ വെക്കണതാണ്. അപ്പോൾ ഇത് നിരങ്ങി നീങ്ങും. നിരങ്ങി നീങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ വേണം കൊണ്ടുപോകാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ചാൻസ് ഉള്ള ലോഡാണത്. ഇനിയിപ്പോൾ ഇവിടുന്ന് വിടാം. ഇതിപ്പോൾ ബെല്ലാരിയിൽ നിന്ന് പോകുന്ന കുറച്ച് ദൂരം പോകുന്നു ഞങ്ങൾ. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിപാടി, ഈ നമ്മുടെ പാടമൊക്കെ ഉഴുത് മറിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ട്രാക്ടർ, ട്രില്ലർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയി. ഇതാണ് പണ്ട് കലപ്പയും ഇതുപയോഗിച്ച്, കാള ഉപയോഗിച്ച് ഉഴുതുകൊണ്ടിരുന്ന പരിപാടിയാണിത്. കണ്ടപ്പോൾ നിർത്തി വീഡിയോ എടുക്കണമെന്ന് തന്നെ തോന്നിയത്. ഇവിടെയാണെങ്കിൽ നല്ലൊരു തെങ്ങും തോപ്പും ഒക്കെയാണ്. ആര്യവേപ്പ് കാര്യങ്ങളൊക്കെ നല്ല തണലായിരിക്കും അവർക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിശ്രമിക്കാനായിട്ട്. പറ്റുന്നുണ്ടോ? കറക്റ്റായിട്ട് ആ കാളകളെല്ലാം കൂടി കാളകൾ രണ്ടും തിരിയുന്നു. അതാണ് കലപ്പ വെച്ചിട്ട് ഉഴുത് മറിക്കുന്ന രീതി.
നല്ലോണക്ക് ഉഴുതിട്ടേക്കുന്നതിന് കൂടെ ഒന്നും കൂടെ താളെ ഉപയോഗിച്ചിട്ട് ഉഴുതുകൊണ്ടിരിക്കുകയാണ്. മറ്റേതാണ് ഞാൻ കയറി നിൽക്കുകയൊക്കെ ചെയ്യും. അതിൽ നിൽക്കാവുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങ് ദൂരെ കണ്ട ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കണത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ നാട്ടിൻപുറത്തൊക്കെയുള്ള രീതികൾ. ഇവർക്ക് ഇവിടെ ഇതൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ മാതിരി ട്രാക്ടർ ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും ഇതൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. നമുക്ക് നാട്ടിൽ ഈ സാധനമൊന്നും കാണാൻ പറ്റില്ല ഇപ്പം. നാട്ടിലല്ല, തമിഴ്നാട്ടിൽ പോലും ഇതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക്. ഇവിടുന്ന് പോവാം. ഇതിപ്പോ ഹിരിയൂര് ആയിട്ടില്ല. ഹിരിയൂർക്കുള്ള റോഡിൽ തന്നെയാണ് ഇപ്പോഴും. ഞാൻ ഹിരിയൂര് മുമ്പായിട്ട് ഹിരിയൂര് തന്നെ അവിടെ തന്നെ ഒരു ധാബയുണ്ട്. അവിടെ കൊണ്ടുപോയി നിർത്താനായിട്ട് എൻ്റെ കൂടെ രാഹുൽ എന്ന് പറയുക ഒരു UP കാരനും കൂടി ഉണ്ട്. ആൾക്ക് ആള് പുറയിലായി പോയി. ആളുടെ വണ്ടി പഞ്ചറായെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയേക്കാണ്. അപ്പൊ ഇനി പഞ്ചറ പൊട്ടിച്ചിട്ടേ പുള്ളി വരുള്ളൂ. അതുവരെ ഞാനിപ്പം പോയിട്ട് ആ ധാബയിൽ വെയിറ്റ് ചെയ്യണം. ധാബയിൽ ഞങ്ങൾ ഒരുമിച്ച് വരാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന നൈസ് റോഡിൽ കൂടി രാവിലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണിക്ക് സാധാരണമാതിരി തന്നെ എടുത്തു. 5 മണിക്കല്ല, ഇന്നിപ്പോൾ 4 മണിക്ക് എടുത്തു. 1 മണിക്കൂർ മുന്നേ എടുത്തു. കാരണം ഇന്നലെ കുറച്ച് ലേസി ആയിരുന്നു ഞാൻ, അതുകൊണ്ട്. ഇപ്പം നൈസ് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറച്ചും മഞ്ഞാണ്. കുറേ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ മൊബൈലിനകത്ത് ഇങ്ങനെ ക്യാമറയ്ക്കകത്ത് കാണാൻ പറ്റുമോ അറിയില്ല. പക്ഷേ ഫ്രണ്ടിൽ ഫുള്ള് നല്ലോണക്ക് മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ് കാണുന്നത്. കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിസിബിലിറ്റി കുറവാണ്. അതാണ് ഇലക്ട്രോണിസിറ്റി ആവാറായിട്ടുണ്ട്. ബാംഗ്ലൂർ ക്രോസ് ആവുന്ന ഇനിയിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറും. ഇവിടെ ഇപ്പം ഇന്ന് CM വരുന്നത് പ്രമാണിച്ചുള്ള ഒരുക്കങ്ങൾ കണ്ടോ? വഴികളിൽ മുഴുവൻ ഇത് മാറ്റി ക്ലീൻ ചെയ്ത് വേണ്ട. ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇതാണ്. അതേമാതിരി തന്നെ എന്താ പറയണത്, ആകെ മൊത്തം ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് ജനങ്ങളാണെങ്കിലും ഇറങ്ങി ഇന്ന് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഭയങ്കര രസമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ആളുകൾ ഇങ്ങനെ വഴിയിൽ വന്നിരുന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇത് ഭയങ്കരമായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് കാണുക ഇങ്ങനെ. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. പിന്നെ
റോഡിൻ്റെ ഒക്കെ കണ്ടീഷൻ കണ്ടില്ലേ? ഇതാണ് തൊപ്പൂര് ഇറക്കം. അപ്പം ഇവിടെ കൂടെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. കാരണം നല്ല ഇറക്കമുള്ളതാണ്. ഈ ഗാർഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻ ഉണ്ട്. സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 30 കിലോമീറ്റേഴ്സാണ് മാക്സിമം പറയുന്നത് ഗാർഡ് സെക്ഷൻ ഇറങ്ങുമ്പോൾ. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോവുക. ഇതിൻ്റെ റെസ്ട്രിക്ഷൻ തുടങ്ങുന്ന സ്ഥലമാകുമ്പം നമ്മളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. വണ്ടി സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് ആ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റ് എത്തുമ്പോഴേക്കും സെക്കൻഡ് ഗിയറിൽ ഇടുക. സെക്കൻഡ് ഗിയറിൽ ഇട്ടതിന് ശേഷം നമ്മുടെ എൻജിൻ ബ്രേക്ക് ഓൺ ചെയ്തിട്ടിട്ട് പതിയെ പതിയെ ഇറക്കി അങ്ങ് പോവുക. അതാണ് ചെയ്യുന്നത് നമ്മൾ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോണെന്നുള്ളത്. ഇത് ആക്ച്വലി ഓവർലാപ്പ് ചെയ്തുള്ള സൗണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ സൗണ്ടിനകത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കത് ഓവർലാപ്പ് ചെയ്തെടുക്കേണ്ട വന്നു. രണ്ടാമതേ ഓവർ റൈറ്റ് ചെയ്യേണ്ട വന്നതാണ്. ഇപ്പം എഡിറ്റ് ചെയ്തിട്ടുള്ള സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എത്താറായി. ഇത് താഴേക്ക് വന്ന് കഴിയുമ്പോഴേക്കും ആദ്യം ഒരു ആദ്യത്തെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. അവിടെ തൊട്ട് അങ്ങോട്ടേക്ക് പിന്നെ പതിയെ വണ്ടിയും കൊണ്ട് പോകണം. ട്രെയിലർ മാറി ഹെവി ആയിട്ടുള്ള വണ്ടികൾ എല്ലാം ഇവിടം തൊട്ട് അങ്ങോട്ടേക്ക് ഒരു റെസ്ട്രിക്ഷനുള്ളതാണ്. ഇവിടുന്ന് പതിയെ വണ്ടി ഇറക്കിക്കൊണ്ട് ചെല്ലുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്തൊരു സെക്ഷനുണ്ട്, അവിടത്തേക്ക് മാറുമ്പോഴേക്കും ഇത് ഇടത്തുവശത്തേക്ക് മാറ്റണം. നമ്മുടെ വണ്ടി ഈ ഹെവി വണ്ടികളെല്ലാം ഇടത്തുവശം ചേർത്താണ് വണ്ടി പോകേണ്ടത്. മറ്റേ ബസ്, കാറ് ഇതെല്ലാം വലത്തുവശത്തും ചേർന്ന് പോകും. MT വെഹിക്കിളെല്ലാം വലത്തുവശം ചേർന്ന് പോകും. ഇവിടെ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവർ പതിയെ പോകണം, വലിയ വണ്ടികളെല്ലാം ഇടത്തുവശം ചേർന്ന് പോകണമെന്നും ഇതേമാതിരി കാറ്, ബസ്സൊക്കെ വലത്തുവശം ചേർന്ന് പോകണമെന്നും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം. എന്തോ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. അതുകൊണ്ടാണ് വണ്ടിയെല്ലാം കൂടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പോൾ താഴേക്ക് വന്നിട്ട് അടുത്ത ചെക്ക് പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഞാൻ പറഞ്ഞത്. ഈ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി ഇറക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകിച്ച് ലോഡഡ് വണ്ടികളെല്ലാം സെക്കൻഡ് ഗിയറിൽ ഇറക്കാൻ പാടുള്ളൂ എന്നാണ് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ബ്രേക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻജിൻ ബ്രേക്കിംഗ് ഇട്ടിട്ട് അങ്ങനെ ഇറക്കിക്കൊണ്ട് പോകാൻ വേണ്ടി സെക്കൻഡ് ഗിയർ ഇതിലിട്ടിട്ട് ഇറക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. തേർഡ് ഗിയറിലാണെങ്കിൽ പോലും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് RPM കയറി വരും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയണത് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഈ ബ്രേക്ക് നമ്മൾ കൂടുതൽ ചെയ്യുന്നതോറും ഡ്രം എല്ലാം ചൂടാവും. കുറേ അധികം ചൂടായി കഴിഞ്ഞാൽ ബ്രേക്ക് ഫെയിലാവും. അതില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് ഗിയറിലിട്ടിട്ട് എൻജിൻ ബ്രേക്ക് ഓൺ ചെയ്തിട്ട് നമ്മൾ വളരെ സാവധാനത്തിൽ ഇറക്കിക്കൊണ്ട് പോകുന്നത് ഈ വണ്ടികളൊക്കെ.
ഉണ്ട്. അതുമായിട്ട് നല്ലോണം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ നിർത്താൻ പറയില്ല. ആ സെക്കൻഡ് ഗിയറിലായിരിക്കും ഞാൻ ഓൾറെഡി ഉള്ളത് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അതിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സെക്കൻഡ് ഗിയറിലാണെന്നും എൻജിൻ ബ്രേക്ക് ഇട്ടിട്ടൊന്നും. അതുകൊണ്ട് അവരെന്നെ നിർത്തിക്കില്ല. അത്യാവശ്യം 2 വണ്ടികൾ തമ്മിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പതിയെ ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ പുറകിൽ വേറെ ഇതേമാതിരി കാറ് ഇതൊക്കെ ഉണ്ട്. അത് ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവർ ഓവർടേക്ക് ചെയ്ത് കയറി പൊക്കോളും. അവരൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഗിയർ ഇടുക, പതിയെ ഇറങ്ങി. മറ്റു വണ്ടികളൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി പൊക്കോളും. അവിടെ ആരും നമ്മളെ വഴക്ക് പറയുക ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം എന്താ പതിയെ പോകുന്നതെന്ന് ചോദിക്കില്ല, ഒരാളും ചോദിക്കില്ല. കാരണം ഇതേമാതിരി ലോഡഡ് വണ്ടികളെല്ലാം അങ്ങനെ ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ള നിയമമാണത്. സൗണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും, മൂക്കടപ്പുണ്ട്. നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട് എനിക്ക്. വർത്തമാനം പറയാൻ പോലും ഇച്ചിരി ബുദ്ധിമുട്ടായി മാറുന്നു. വണ്ടിക്ക് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമേ വരില്ല. അങ്ങനെ ഇച്ചിരി RPM ഒരു 25ൻ്റെ അങ്ങോട്ടൊക്കെ RPM വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് പതിയെ 15ൻ്റെ അങ്ങോട്ടേക്ക് എത്താവുന്ന രീതിയിലേക്ക് ഇച്ചിരി സ്പീഡ് കുറയ്ക്കുക. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് വണ്ടി അങ്ങ് ഇറങ്ങി പോയിക്കോളും. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ RPM കയറി വരും. പിന്നെ ആ 25-25 താഴെ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും പതിയെ കുറഞ്ഞ് വരും. അപ്പോൾ 15ൻ്റെ RPM വന്നു കഴിയുമ്പോഴേക്കും ഇത് എൻജിൻ ബ്രേക്കിംഗ് അങ്ങ് വിടും. അപ്പോൾ ഇച്ചിരി സ്മൂത്തായിട്ട് നീങ്ങും. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻജിൻ ബ്രേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പതിയെ ഇത് വന്ന് അങ്ങനെ സസ്റ്റെയിൻ ചെയ്തോളും അത് ആ ഒരു സ്പീഡ്. പതിയെ ആയാൽ പോലും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാൻ നോക്കണ്ട, തന്നെ അങ്ങ് പൊക്കോളും. ആക്സിലേറ്റർ കൊടുത്തപ്പോൾ തന്നെ എൻജിൻ ബ്രേക്കിംഗ് വിടും. ഈ ഒരു ശൈലിയിൽ പതിയെ അങ്ങ് ഇറങ്ങി പോയിക്കോളാം. ഇത് തന്നെ ലാസ്റ്റ് വരെ ഇതേമാതിരി കൊണ്ടുപോകാം. അവസാനം ഇറക്കമൊക്കെ തീരാറാകുമ്പോൾ നമുക്ക് സാധാരണ മാതിരി തന്നെ പതിയെ ഗിയർ നോർമലി മാറി അങ്ങ് ഇറക്കിക്കൊണ്ട് അങ്ങ് പോവാം തീരാറാകുമ്പോഴേക്കും. അതുവരെ ഇതേമാതിരി കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം ഒരുപാട് ആക്സിഡൻ്റാണ് ഈ ഒരു ഭാഗത്തുണ്ടാകുന്നത്. അതും ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. ഇവിടെയൊക്കെ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വണ്ടി അങ്ങ് ബ്ലോക്ക് ആവുമല്ലോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടിയാണ്. പ്രത്യേകിച്ച് വലിയ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കായി പോവും. അത് പിന്നെ മാറ്റാൻ ഇത്രയും ലോഡും വെച്ചുകൊണ്ട് മാറ്റാനും പിടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും പ്രധാനം ആണ് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധിച്ച് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ പാലക്കാട് എത്തി. ഇതാണ് രാഹുൽ ഭായ്, UP ആണ് राहुल भाई हाय बोलते ना। मेरा YouTube चैनल है, इसमें डालना है तो आपको भी इंट्रोड्यूस कर देता हूँ। क्या बोलना है? बस ठीक है. अभी पूरा ഇത് മുഴുവൻ കുക്ക് ചെയ്തേക്കുന്നത് പുള്ളി തന്നെ കേട്ടോ.
രാഹുൽ ഭായി ആണ് കുക്ക് ചെയ്തത്. ഇതിപ്പോൾ അണ്ട ബുർജി ഉണ്ടാക്കുന്ന മുട്ട ബുർജി डाल देते हैं ना, हो गया ना अभी. हाँ മെയിൻ ഷെഫാണ്. മെയിൻ ഷെഫ് രാഹുൽ ഭായ്, ഞാൻ അസിസ്റ്റൻ്റാണ് ഇതിനകത്ത്. फिर हो गया ना. ഇത് 4 മുട്ട ഇട്ടിട്ടുള്ള അണ്ടബുർജിയാണ്. മുട്ട ബുർജി, മുട്ടപ്പൊരിയിൽ നിന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അതിന് ഹിന്ദിയിൽ അണ്ടാബുർജി എന്ന് പറയും. അതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ഇച്ചിരി ജീരകം ഇട്ട് താളിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക്. അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇങ്ങനെ ഇതേമാതിരി സംഭവം റെഡിയാക്കി എടുക്കലാണ്. ചോറ് വെച്ചു, ഡാല്, പരിപ്പ് കറിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ സംഭവമുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു ഇച്ചിരി തൈരും കൂടി മേടിച്ച് കഴിഞ്ഞാൽ പൊളി, ഒന്നും പറയാനില്ല. എന്നാ थोड़ा दही भी लेगा तो पूरा एकदम झकास. दाल, दही और अंडा बुर्जी, चावल, क्या चाहिए और एकदम बढ़िया हो जाएगा. और तेल डालना क्या? डालेंगे थोड़ा ना. क्या डालेंगे? हल्दी नहीं डालेंगे. हल्दी हाँ डाल दो. हल्दी, थोड़ा सा मसाला. कलर तो आने दो. तो आता रहेगा. नीचे पकड़ेगा? नहीं पकड़ेगा. अभी स्मेल आ रहा है इसका, पूरा खुशबू ऐसे आ रहा है, कुत्ता पूरा सीढ़ी अटेंशन. ഇതായി, മുട്ടയായി. അതിന് ശേഷം ഇതിപ്പോൾ ദാല് ചെയ്തതിനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് ജീരകം ക്യാ കरेंगे? തടുക്ക മൂപ്പിച്ചിടും. ജീരകം മൂപ്പിച്ചിടും. അതിനാണ് തടുക്ക എന്ന് പറയുന്നത്. इसमें नमक है कि नहीं देखना एक बार. नमक मैं नहीं, आप टेस्ट करो. थोड़ा ही डाल, थोड़ा.
नहीं तो हाथ जलेगा ना। कम है। और थोड़ा चाहिए। बस हो गया है। മാറ്റി വെച്ചു. തടുക്ക ചെയ്യണം അങ്ങനെയാണെന്നുണ്ടോ കേട്ടോ. आयल दीजिए। ऑयल वो गर्म हो जाएगा. डालिए ना, इसको गर्म तो करना है। एक सेकंड. എണ്ണ ഒഴിച്ചു. ചൂടാക്കുന്ന. हाथ जलेगा ना. क्या जलेगा? हाथ हाथ क्यों जलेगा? वो गर्म होगा ना उधर भी. नहीं होगा. नहीं है, गर्म होगा। അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു. ഇതാണ് തടുക്ക. ജീരകത്തിൻ്റെ സ്മെല്ല് നല്ലോണം വരാൻ തുടങ്ങിയപ്പോൾ. गैस बंद कर दीजिए। തടുക്ക അതിനകത്തേക്ക് ഇട്ട് അപ്പം തന്നെ മൂടി വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാസ് പുറത്തേക്ക് വരും. हाँ उसका गैस बाहर आएगा. अभी वो पूरा अंदर. हाँ, उसका जलने का जो है हाँ उसमें खुशबू जाके हाँ वो बैठेगा। ये दाल तड़का हो गया ना. वो दाल तड़का है। അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ദാൽ തടുക്ക, അണ്ട ബുർജി और चावल. चावल भी रेडी है। റെഡി है चावल भी रेडी है। ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതേ ഒരളവും ഇല്ലാതെ ഉണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു. ഞാൻ ഓർത്ത് ഇത് മുഴുവൻ പോയിട്ടുണ്ടാവുമെന്ന്. हाँ, ഇതൊരു കുഴപ്പമില്ല, കറക്റ്റായിട്ടായി. ये गाड़ी खाली करे आए नहीं लाला। एकदम परफेक्ट हो गया. हाँ, അരി അരിക്ക് ഒരു അളവുണ്ടായില്ല, ഞങ്ങൾ കുറച്ച് ഇട്ടു. വെള്ളം അതേമാതിരി കുറച്ചിട്ടു. ये बिहान बिहान परसों में आ जाए, कल खाइए। സംഭവം സെറ്റായി. അപ്പോൾ ചോറും കറിയൊക്കെ റെഡി. ഇനി കഴിച്ചാൽ മതി. ഒരു 2-3 ദിവസം ഇവിടെ കിടക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ हाँ, ഇനി എല്ലാ ദിവസവും കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ വണ്ടിക്കകത്തുള്ള. खाओ करेगी। तब हरे से खाए हुए खर्चन कुछ ले आए, पैसा भेज देते ही मामा वाले में। രാഹുൽ ഭായി മോളുടെ അടുത്ത് വർത്താനം പറയണ. पता करिए। മോളുടെ അടുത്ത് വർത്താനം പറയണത്. कुछ छू रहा है, पता कैले तो मम्मी से पूछा के लिया गया तो मामा वाले ने डांट दी, जो उनका 1500 अपन खाए खर्चन हरे ले जाओ।